Hi beautifuls, welcome back to my channel. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് റൈസ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പാക്ക് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മൈ നെയിം ഇസ് ജാൻസി, ഞാൻ ബ്യൂട്ടി ബ്ലോഗറാണ്. ആദ്യം എൻ്റെ ചാനൽ കാണാൻ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ എന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം ഞാനാണെങ്കിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്, നോ മേക്കപ്പ് നത്തിങ്, കണ്ണ് മാത്രം ഒന്ന് എഴുതിയിട്ടുണ്ട്, ലിപ്സ്റ്റിക് പറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അരി തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക, വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണേ. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് വേവിക്കുക, കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരയ്ക്കുക. ഈവൻ അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഇത് നേരിട്ട് തന്നെ അരച്ചിട്ട് അതിനകത്ത് പാവ് കാച്ചുന്ന പോലെ നമ്മൾ കാച്ചി കുറുക്കിയെടുത്താലും മതി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇത് ഞാനിപ്പോൾ നേരിട്ട് തന്നെ വേവിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത്. എന്നിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഇതിങ്ങനെ മാറ്റിയെടുക്കുവാണേ. നമുക്ക് ഈ രീതിയിലും എടുക്കാം, അല്ലെങ്കിൽ അരിച്ച് അതിൻ്റെ ഒരു നീര് പോലെ നമുക്കും എടുക്കാം. ഇതിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, നന്നായിട്ട് വേവിച്ചിട്ടായതുകൊണ്ട് എനിക്കിത് നല്ല രീതിയിൽ തന്നെ ഇത് എടുക്കാവുന്നതാണ്. അപ്പം നന്ന പേസ്റ്റിൽ ഞാനിത് അരച്ചെടുത്തു. അപ്പോൾ ഞാനിത് അരച്ചെടുത്തത് ഞാൻ വേറെ ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റുകയാണേ. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലവറിൻ്റെ പൊടിയാണെങ്കിൽ ഏകദേശം 1 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് കുറുകുവേ, അതുകൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ മതി. പിന്നെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ കാച്ചിയ പാലോ അല്ലെങ്കിൽ സാധാ പച്ചപ്പാലോ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഞാനത് മിക്സ് ചെയ്യുന്നത് എൻ്റെ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങയുടെ ഹാഫിൻ്റെ നീര് നമുക്ക് എത്രത്തോളം പിഴിഞ്ഞെടുത്താൽ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കോക്കനട്ടിൻ്റെ ഓയിൽ ചേർക്കണം. അതിപ്പോൾ 1 ടേബിൾ സ്പൂണ് മാത്രം മതി, നമുക്ക് അതിനകത്ത് ഒരുപാട് ഓവർ ആക്കണ്ട. അപ്പോൾ നമുക്ക് 1 ടീസ്പൂണ് നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അത് കേട്ടോ. പാക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലേ ആ ഒരു ഇത് നല്ല തിക്കോടി കൂടിയ ഒരു ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഫേസ് നന്നായി ക്ലീൻ ചെയ്യണം ആദ്യം. അതിനുശേഷം നമുക്ക് ഫേസ് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവേ. കോക്കനട്ടിൻ്റെ ഒരു സ്മെല്ല് നല്ലതായിട്ട്, നമുക്ക് ഈ കോക്കനട്ട് മിൽക്കിന് പകരം പാൽ ഉപയോഗിക്കാവേ. നമുക്ക് ബ്രഷ് തന്നെ വേണമെന്നില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളത്തിൽ സാധാ നോർമൽ വാട്ടർ തന്നെ ഞാൻ തുടച്ചെടുക്കുകയാണ്. അടിപൊളി സാധനം കേട്ടോ. സൂപ്പർ ബ്രൈറ്റൻ കൂട്ടാൻ ഏറ്റവും നല്ലൊരു പാക്കായത് കേട്ടോ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരുങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഈ നല്ലൊരു സോഫ്റ്റ്നെസ്സും ബ്രൈറ്റ് കൂടിയിട്ടുണ്ട്, നേരത്തിനെക്കാട്ടി നല്ലതായിട്ട് ബ്രൈറ്റ് കൂടിയിട്ടുണ്ട് എൻ്റെ ഫേസിന്. ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് ഈ ഒരു ബ്രൈറ്റൻ കിട്ടുന്നത്. ജാപ്പനീസ് സീക്രട്ടാണ് ഇത്, ഭയങ്കര നല്ല അടിപൊളി ഒരു പാക്കാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നേരത്തെ കണ്ട ഒരു ഫേസേ അല്ല ഇപ്പം എൻ്റേത്, നിറം കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടും. നല്ലതായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഞാൻ മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറായിട്ടുണ്ട് എൻ്റെ മുഖം.
സൂപ്പർ ഫ്രണ്ട്സ്. ഇത് ഏറ്റവും നല്ല അടിപൊളി ഒരു പാക്കാണ്. ജാപ്പനീസിൻ്റെ ഈ ഒരു റൈസ് പാക്ക് സൂപ്പറാണ്. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഉപയോഗിച്ച് നോക്കിയ ശേഷം എനിക്ക് കമൻറ്റ് ബോക്സ് ചെയ്യാൻ നോക്കണം, മറക്കരുത്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളി ഒരു റൈസ് പാക്കാണ്, സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു പ്രോഡക്റ്റുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.